പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാർക്ക് ഉപകാരമുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ എഡിറ്റിംഗിന് ശേഷം ബ്രോസ്റ്റ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ കട്ട വെയിറ്റിംഗിലാണ് ഈ ഒരു കാത്തിരിപ്പ്. നിഷ്കളങ്കമായ ഈ കാത്തിരിപ്പ് എന്നെ നൊമ്പരപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് ഞാൻ തരുന്ന വീഡിയോ അത്രയും നന്നായി അവതരിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവനെ ഒരു മധുര ചുംബനത്തിൽ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞത്. ഇന്നൊരൽപ്പം കൂടുതൽ തിരക്കുള്ള ദിവസമാണ്. എന്താണെന്നല്ലേ, അത് നമുക്ക് വഴിയെ സംസാരിക്കാം. ഇത് മഴക്കാലമാണല്ലോ. മഴക്കാലത്ത് ചെടികളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലം കൂടിയാണ് മഴക്കാലം. മനസ്സിൽ ഗാർഡനിങ് എന്ന മോഹമുള്ളവർക്ക് ഒരു ഗാർഡൻ നിർമ്മിക്കാനും അതുപോലെ തന്നെ പുതിയ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുവാനും പറ്റിയ ഒരു സമയമാണ് മഴക്കാലം. ഇന്ന് എൻ്റെ ജോലിയും അതാണ്. എൻ്റെ അഗ്ലോണിമ ചെടികളിൽ നിന്നെല്ലാം പൊട്ടി വന്ന തൈകളെ മാറ്റി പുതിയ ചട്ടികളിലേക്ക് റീപോർട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനായി ചട്ടിയുടെ അടിയിലൂടെ വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഞാൻ ഓട്ട് കഷ്ണത്തിന് പകരം ചകിരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടിയാണ്. എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്നല്ലേ പറയാം. ഒട്ടനവധി ചെടികൾ വിൽക്കുന്ന നഴ്സറിയിലേക്ക് എൻ്റെ ചെടികളെയും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ചെടികളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണത്. ഞാൻ അതിൻ്റെ ആദ്യത്തെ ചവിട്ടിപ്പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് എൻ്റെ പ്ലാന്റുകൾ റെഡിയാക്കിയെടുക്കുന്നത്. ചട്ടി നിറയെ നല്ല ഹെൽത്തിയായ പ്ലാന്റുകളായി നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അവയിൽ നിന്ന് ചെറിയ ഒരു പോർഷൻ പോലും പൊട്ടിച്ചെടുക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നിരുന്നാൽ പോലും എൻ്റെ പ്ലാന്റുകളും പുറം ലോകത്തേക്ക് യാത്രയാകുന്ന സന്തോഷത്തിൽ ഞാൻ ഓരോന്നിൻ്റെയും മക്കളെ പിരിച്ചെടുത്തു. ഞാൻ കൊടുക്കുന്ന പ്ലാന്റുകൾ വളരെ മനോഹരമായി തന്നെ അവരിലെത്തണം എന്നുള്ള ഉറച്ച ഒരു തീരുമാനത്തോടെയാണ് ഞാൻ ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഇതുപോലെ കുഞ്ഞു പോട്ടുകളിലാക്കിയിട്ടാണ് അവർ നമ്മളോട് തൈകൾ നട്ട് പിടിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പോട്ടുകളുടെ എല്ലാം അടിയിൽ ചകിരി വെച്ചതിന് ശേഷം ഒരൽപ്പം മണ്ണ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ നടാനുള്ള തൈ ഇറക്കി വെച്ച് പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ച പോട്ടിംഗ് മിശ്രിതം ചേർത്ത് കൊടുക്കാം. പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കാൻ വേണ്ടി മണ്ണും ചകിരിച്ചോറും കമ്പോസ്റ്റും കൂടെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് മുട്ടയുടെ തൊണ്ടും പൊടിച്ച് ചേർത്തിട്ടുണ്ട്. 8 രൂപ വില വരുന്ന പ്ലാസ്റ്റിക് പോട്ടിലാണ് ഞാൻ ഈ തൈകളൊക്കെ പിരിച്ച് നടുന്നത്. ചൈനീസ് എവർഗ്രീൻ പ്ലാന്റായ അഗ്ലോണിമയാണ് എൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയായി ഞാൻ തിരഞ്ഞെടുത്ത പ്ലാന്റുകൾ. കൂടെ ചെറിയൊരു കളക്ഷനായിട്ട് കലാത്തിയയും സിങ്കോണിയവും ഉൾപ്പെടുന്നുണ്ട്. പിരിച്ച് നട്ടതിന് ശേഷം നന്നായി പിടിച്ച് ഇലകളും മറ്റും വന്ന് ഗ്രോത്ത് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ അവർക്ക് കൈമാറുന്നത്. നടിയിൽ കഴിഞ്ഞ് ഒരാഴ്ചയോളം ഇവരെ നമുക്ക് തണലത്തേക്ക് മാറ്റാം. വീട്ടുവളപ്പിൽ ചെടികൾ വളർത്തുന്ന എല്ലാവർക്കും ഈ മേഖലയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ കഴിവുകളിൽ നിന്നും ഒരു വരുമാനം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അഗ്ലോണിമ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. ഒരു അഗ്ലോണിമ ചെടിയിൽ നിന്നും ഒട്ടനവധി തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതി കൂടിയുണ്ട്. പിന്നീടുള്ള ഒരു വീഡിയോയിലൂടെ നമുക്കത് വിശദമായി മനസ്സിലാക്കാം. പ്ലാന്റുകളെ കുറിച്ച് കൂടുതൽ അറിവൊന്നും എൻ്റെ കയ്യിലില്ല. എങ്കിൽ പോലും എൻ്റെ വീട്ടുവളപ്പിൽ ഞാൻ വളർത്തുന്ന രീതികളും മറ്റുമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കുന്ന കമ്പോസ്റ്റ് വളരെ ഈസിയായി നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു ചെറിയ വിവരണം ഞാൻ നിങ്ങൾക്ക് തരാം.
അതിനായി നമുക്ക് അടപ്പുകളുള്ള വലിയ ജാറുകളോ ചെറിയ ടാങ്കുകളോ ഉപയോഗിക്കാം. കമ്പോസ്റ്റ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ജാറിൽ കത്തിയോ ആണിയോ ചൂടാക്കി 4-5 ഹോളുകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ഇഞ്ച് കനത്തിൽ മണ്ണ് ചേർത്ത് കൊടുക്കുക. മണ്ണിന് മുകളിലായി നമ്മൾ എടുത്തു വെച്ച വേസ്റ്റുകൾ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. മുട്ടയുടെ തൊണ്ടും പഴത്തിൻ്റെ തൊലിയും എല്ലാം കട്ട് ചെയ്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഉണങ്ങിയ ഇലകളും മറ്റും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മണ്ണിട്ട് അതിനെ നന്നായി മൂടുക. കമ്പോസ്റ്റിൻ്റെയും ചെടി നടലിൻ്റെയും എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഇവിടെ നല്ല ചിക്കൻ ബ്രോസ്റ്റും ചായയും തയ്യാറായിട്ടുണ്ട്. സൽക്കാരങ്ങളും അതുപോലെ തന്നെ കല്യാണങ്ങളും ഒന്നുമില്ലാത്ത ഈ ഒരു അന്തരീക്ഷത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവന്ന് മക്കളോട് നമുക്ക് സന്തോഷം കണ്ടെത്താം. ബ്രോസ്റ്റിൻ്റെ കഷ്ണങ്ങൾ കയ്യിലെടുത്ത് മയോനൈസിൽ മുക്കി കഴിക്കുമ്പോഴുള്ള രുചി ഏത് ഹോട്ടലിൽ നിന്നും ലഭിക്കുകയില്ല. ഗാർഡനിങ്ങിനിടയിൽ നമുക്ക് റെസിപ്പി വേണ്ട, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. കഴിച്ചു കഴിഞ്ഞതാണെങ്കിൽ പോലും ഡബ് ചെയ്യുന്ന സമയത്ത് പോലും അതിൻ്റെ രുചി നാവിൽ വെള്ളം മൂറുന്നുണ്ട്. ദേഷ്യം പിടിച്ച് ആരും ഇട്ടെറിഞ്ഞു പോവല്ലേ. വീഡിയോക്ക് അവസാനം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ചിത്രത്തിൽ കാണുന്ന ഓരോന്നും ശ്രദ്ധിച്ചു നോക്കുക. അതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള ഒരു വഴിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു യാത്ര എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ്. മൺപോട്ടുകൾ എവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ മൺപോട്ടുകൾക്കുള്ള ഉറവിടമാണിത്. വളരെ വലുതല്ലാത്ത ഒരു നഴ്സറിയാണിത്. ഇവിടെ ഒട്ടനവധി വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, തെങ്ങ്, മാവ് ഇങ്ങനെയുള്ള തൈകളൊക്കെ വിൽക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗം ഇൻഡോർ പ്ലാന്റും മറ്റുള്ള എല്ലാ ചെടികളും വിൽക്കപ്പെടുന്ന ഒരു നഴ്സറി തന്നെയാണ്. പക്ഷെ അതിലുപരി നിങ്ങൾ ചോദിച്ച മൺപോട്ടുകൾക്ക് ഈ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ അവരോട് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ വില കുറഞ്ഞ രീതിയിൽ പോട്ടുകൾ നിർമ്മിച്ചു കൊടുക്കണമെന്ന്. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് അവർ പോട്ട് നിർമ്മിച്ച് എത്തിച്ചു തരുന്നതാണ്. മലപ്പുറം ജില്ലയിലെ വേങ്ങര സ്വദേശത്ത് അരീക്കുളം ഭാഗത്താണ് ഈ ഒരു അഗ്രി ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അവിടെ വന്ന് നിങ്ങൾക്ക് നേരിട്ട് പോട്ടുകൾ വാങ്ങുകയും അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞ് ഓർഡർ ചെയ്യുകയും ചെയ്യാം. ചെറിയൊരു ഷോപ്പിൽ കുറഞ്ഞ കളക്ഷനും അവരുടെ കയ്യിലുണ്ട്. പോട്ടുകളും അകത്തേക്കുള്ള മൺചട്ടികളും പൂജകൾ എന്നിങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ലഭ്യമാണ്. നിങ്ങൾ പറയുന്ന രീതിയിൽ നിർമ്മിച്ചു തരാൻ അവർ തയ്യാറാണ്. ഈ ഒരു ഷോപ്പിൽ അവർ കൂടുതൽ കളക്ഷൻസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ആവശ്യക്കാർക്ക് അവർ പറയുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയാണ് ഇവർക്കുള്ളത്. മൺചട്ടിയെ കുറിച്ച് ഒട്ടനവധി കൂട്ടുകാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാമുള്ള ഒരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു നമ്പറിൽ വിളിച്ച് അവരുടെ വാട്സപ്പ് നമ്പർ ചോദിച്ച് അതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടായാലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലേ ഞാൻ വിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.